morning, students. അടുത്തായിട്ട് നമുക്ക് മോഡൽ നമ്പർ 3 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ഫസ്റ്റ് ടൈം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഫോർ ടു സെറ്റ്സ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഡെഫിനിഷൻ. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് or cross product. For two sets A, B. Set എന്ന് പറഞ്ഞാൽ എന്താണ്? A well-defined collection of distinct objects is called a set. അപ്പോൾ അങ്ങനെ രണ്ട് സെറ്റ് ഡിഫൈൻ ചെയ്തത് A എന്ന സെറ്റ് B എന്ന സെറ്റ്. For sets, two sets A, B, the Cartesian product or cross products, Cartesian products or cross product of A and B is denoted by A cross B. A cross B define ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? A cross B is equal to A B. A cross B അംഗങ്ങളൊക്കെ ഓർഡേർഡ് പെയർ ആയിരിക്കും. A belongs to A, B belongs to B. അതിലെ ഫസ്റ്റ് എലിമെന്റ് A യിലായിരിക്കും, സെക്കൻഡ് എലിമെന്റ് B യിലായിരിക്കും. ഓർഡേർഡ് പെയറുകളായിരിക്കും. ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലിമെന്റ് A യിലായിരിക്കും, സെക്കൻഡ് എലിമെന്റ് B യിലായിരിക്കും. അപ്പോൾ A cross B is equal to AB, ordered by AB such that A belongs to A, B belongs to B. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ A എന്നുള്ളത് സെറ്റ് 1 2 3, B എന്നുള്ള സെറ്റിലെ അംഗങ്ങള് A, B. Then A cross B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A cross B is equal to 1A 1B 2A 2B 3A 3B. അങ്ങനെ മൊത്തം എത്ര അംഗങ്ങൾ കിട്ടി നോക്കിയേ? 1 2 3 4 5 6 അംഗങ്ങൾ. A എത്ര അംഗങ്ങളുണ്ട്? 3. B അംഗങ്ങൾ എത്രയുണ്ട്? 2. therefore 3 × 2 6. ഇനി ഇവിടെ കാർഡിനാലിറ്റി ഓഫ് A എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡിനാലിറ്റി ആണ്. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലിമെന്റ്സ് A is equal to 3. കാർഡിനാലിറ്റി ഓഫ് B എത്രയാണ്? 2. then കാർഡിനാലിറ്റി ഓഫ് A cross B, കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലിമെന്റ്സ് A and B is equal to കാർഡിനാലിറ്റി ഓഫ് A into കാർഡിനാലിറ്റി ഓഫ് B, that is equal to 3 into 2, that is equal to 6. അപ്പോൾ നമുക്ക് A cross B യിലെ അംഗങ്ങൾ എത്രയാണ്? 6. ഇനി ഇതുപോലെ തന്നെ ഇതിൽ നമുക്ക് B cross A കാണാം. B cross A എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. A1 A2 A3 B1 B2 B3. എത്ര നോക്കി? 1 2 3 4 5 6. അപ്പോ കാർഡിനാലിറ്റി ഓഫ് B cross A എത്രയാണ് കിട്ടിയത്? 6. അപ്പൊ കാർഡിനാലിറ്റി ഓഫ് A cross B is equal to കാർഡിനാലിറ്റി ഓഫ് B cross A. But A cross B not equal to B cross A. ഇത് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലെ ക്രോസ് പ്രൊഡക്റ്റ്. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് A നമ്മൾ എഴുതി, കാർഡിനാലിറ്റി ഓഫ് B എഴുതി. കാർഡിനാലിറ്റി ഓഫ് A cross B, കാർഡിനാലിറ്റി ഓഫ് B cross A യും തുല്യമാണ്. പക്ഷേ A cross B not equal to B cross A. നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്യാം. ഇത് വെച്ച് വേറൊരു എക്സാമ്പിൾ ചെയ്യാം. അടുത്തൊരു എക്സാമ്പിൾ. ക്വസ്റ്റ്യൻ ഇതാണ്. If A is equal to 1 2 3 4, B is equal to 2 5, C is equal to 3 4 7. 3 സെറ്റ് ആണ് തന്നിരിക്കുന്നത്. ഡിറ്റർമിൻ A cross B, B cross A, A union B cross C, then A cross C union B cross C. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1 by 1 ആയിട്ട് നമുക്ക് ചെയ്യാം.
എയിലെ അംഗങ്ങൾ 1 2 3 4 ആണ്, ബിയിലെ അംഗങ്ങൾ 2 5 ആണ്, സിയിലെ 3 4 7 ആണ്. നമുക്ക് ആദ്യം എ ക്രോസ് ബി കണ്ടുപിടിക്കാം. എ ക്രോസ് ബി കണ്ടുപിടിക്കുമ്പോൾ എന്താ വരുന്നത് നോക്കിയേ. എ ക്രോസ് ബി എയും ബിയും എടുക്കുക. അപ്പൊ 1 2 1 5 2 2 2 5 3 2 3 5 4 2 4 5. നമുക്ക് എത്ര എലിമെന്റ് കിട്ടി? 1 2 3 4 5 6 7 8. അപ്പൊ എ ക്രോസ് ബി കണ്ടുപിടിച്ചു. എ ക്രോസ് ബി കണ്ടുപിടിച്ചു. ഇനി അടുത്ത് ബി ക്രോസ് എ ആണ്. ബി ക്രോസ് ബി ക്രോസ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. 2 1 2 2 2 3 2 4 then 5 1 5 2 5 3 5 3 5 4. അപ്പൊ ബി ക്രോസ് എയിലെ ഫസ്റ്റ് എലിമെന്റ് ഒക്കെ എവിടെ ആയിരിക്കും? ബിയിലായിരിക്കും. സെക്കൻഡ് എലിമെന്റ് ഒക്കെ എയിലായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് ബി equal to cardinality of B cross A. Number of elements in A cross B equal number of elements in B cross A, but A cross B not equal to B cross A. B cross A കിട്ടി. ഇനി നമ്മൾ അടുത്ത A യൂണിയൻ B ക്രോസ് ചെയ്യണം. അത് A യൂണിയൻ B കണ്ടുപിടിക്കാം. A യൂണിയൻ B എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ എത്ര? 1 2 3 4 ആണ്. B എന്ന് പറഞ്ഞാൽ 2 5 ആണ്. അപ്പോൾ A യൂണിയൻ B എന്ത് വരും? 1 2 3 4 5. To repeat ചെയ്യാൻ 2 പ്രാവശ്യം എഴുതി. 1 2 3 4 5. അപ്പോൾ 2 നമ്മൾ പ്രാവശ്യം എഴുതി. The A union B crossing C എത്രയാണ്? 3 4 7. 3 4 7. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A union B cross C കണ്ടുപിടിക്കാം. A union B cross C. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 3 1 4 4 ആണ്. 1 4 1 7 2 3 2 4 2 7 3 3 3 3 3 4 3 7 4 3 4 4 4 7 5 3 5 4 5 7. ഇവിടെ 4 5 3 15 എണ്ണം വേണം. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, 15 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ 1 വെച്ചിട്ട് നമ്മൾ ആദ്യം 1 3 1 4 1 7 എടുത്തു. 2 വെച്ചിട്ട് 2 3 2 4 2 7 എടുത്തു. 3 വെച്ചിട്ട് 3 3 3 4 3 7 എടുത്തു. 4 വെച്ചിട്ട് 4 3 4 4 4 7 എടുത്തു. 5 വെച്ചിട്ട് 5 3 5 4 5 7. അങ്ങനെ നമുക്ക് മൊത്തം 15 എണ്ണം. അതാണ് A യൂണിയൻ B ക്രോസ് C. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A ക്രോസ് C കണ്ടുപിടിക്കാം. A ക്രോസ് C. A ക്രോസ് C എന്ന് പറഞ്ഞാൽ എയും സിയും എടുക്കാം. എയും സിയും എടുക്കുമ്പോൾ നമുക്ക് കിട്ടണം നോക്കിയേ. ഇത് A എന്നുള്ള സെറ്റ് 1 2 3 4 ആണ്. C എന്നുള്ള സെറ്റ് 3 4 7 ആണ്. അപ്പോൾ 1 3 1 4 1 7. ഇനി 2 വെച്ച് കഴിയുമ്പോൾ 2 3 2 4 2 7. അടുത്ത 3 വെച്ച് കഴിയുമ്പോൾ 3 3 3 4 3 7. അടുത്ത 4 വെച്ച് കഴിയുമ്പോൾ 4 3 4 4 4 7. അപ്പൊ നമുക്ക് A ക്രോസ് C അംഗങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. A ക്രോസ് C അംഗങ്ങൾ. ഇനി നമുക്ക് ഇതുപോലെ B ക്രോസ് C അംഗങ്ങൾ കണ്ടുപിടിക്കാം. B ക്രോസ് C എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ബിയും സിയും എടുക്കാം. അപ്പോൾ 2 3 2 4 2 7 then 5 3 5 4 5 7. എത്ര 3 2 1 2 3 4 5 6. ഇനി A ക്രോസ് C യൂണിയൻ B ക്രോസ് C നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A ക്രോസ് C യൂണിയൻ B ക്രോസ് C ആണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാം. A ക്രോസ് C A cross C യൂണിയൻ B cross C. A cross C നമ്മുടെ കയ്യിലുണ്ട്, B cross C നമ്മുടെ കയ്യിലുണ്ട്. ഇത് രണ്ടിലാണ് യൂണിയൻ എടുക്കാം. യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ എലിമെന്റ് വരും നോക്കാം. ഇവിടെ 1 3 ഇവിടെ നമ്മൾ എഴുതുമ്പോൾ
ഫസ്റ്റ് എലിമെന്റ് നമുക്ക് 1 3 കിട്ടുന്നു. 1 3 വേറെ ഉണ്ടോ നോക്കിയതില് 1 3 വേറെ ഇല്ല. across C. Then 1 4 എഴുതുന്നു. Then 1 7 എഴുതാം. റിപ്പീറ്റ് ചെയ്യുന്നത് എഴുതേണ്ട ആവശ്യമില്ല. 2 3 എഴുതുന്നു. Then 2 4 2 7 then 3 3 then 3 3 എഴുതി. 3 4 3 7 then 4 3 4 4 4 7 across C യൂണിയൻ ബി ക്രോസ് ആണ്. ബി ക്രോസിലേക്ക് വരുമ്പോൾ ഈ 2 3 ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എഴുതേണ്ട ആവശ്യമില്ല. ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി 2 4 നമ്മൾ എഴുതി കഴിഞ്ഞു. അത് എഴുതേണ്ട ആവശ്യമില്ല. 2 7 നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി 5 3 നമ്മൾ across-ൽ ഉണ്ട് അല്ലേ? across-ൽ 5 3 ഉണ്ടാവും. across-ൽ 5 3 ഇല്ലല്ലോ. across-ൽ 5 3 അപ്പോൾ 5 3 എഴുതി. 5 4 across-ൽ ഇല്ലല്ലോ. അപ്പോൾ 5 4 എഴുതി. ഇനി 5 7 across-ൽ ഇല്ല. 5 7 അപ്പൊ നമുക്ക് എ ക്രോസ് സി യൂണിയൻ ബി ക്രോസ് സി കിട്ടി. ഇവിടെ എ യൂണിയൻ ബി ക്രോസ് എന്താ കിട്ടുന്നെങ്കിൽ 1 3 ഉണ്ട്. ആ 1 3 ഇവിടെ ഉണ്ട്. ഈ 1 3 ഇവിടെ വന്നു. 1 4 ഇവിടെ വന്നിട്ടുണ്ട്. 1 7 ഇവിടെ വന്നിട്ടുണ്ട്. 2 3 ഇവിടെ വന്നിട്ടുണ്ട്. 2 4 ഇവിടെ വന്നു. ഇനി 2 7 ഇവിടെ വന്നിട്ടുണ്ട്. 3 3 ഇവിടെ എഴുതി. 3 4 ഇവിടെ എഴുതി. 3 7 ഇവിടെ എഴുതി. Then 4 3 ഇവിടെ എഴുതി. 4 4 എഴുതി. 4 7 എഴുതി. 5 3 ഇവിടെ എഴുതി. 5 3 then 5 4 എഴുതി. 5 7 അപ്പോൾ എ ക്രോസ് സി നമുക്ക് എന്താ കിട്ടുന്നത്? എ യൂണിയൻ ബി. therefore എ യൂണിയൻ ബി ക്രോസ് സി is equal to എ ക്രോസ് സി യൂണിയൻ ബി ക്രോസ് സി. അപ്പൊ നമ്മൾ ഇത് രണ്ടും ശരി ഒന്നാണ് മനസ്സിലായി. എ യൂണിയൻ ബി ക്രോസ് സിന്റെ അംഗങ്ങൾ തന്നെയാണ് നമുക്ക് എവിടെ കിട്ടിയത്? എ ക്രോസ് സി യൂണിയൻ ബി ക്രോസ് സി കിട്ടിയത്. therefore we can write it as a union b cross c is equal to a cross c union b cross c. a cross c union b cross c. അപ്പോൾ ഇവിടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമ്മൾ ഒരു പ്രോബ്ലം തന്നു. അതിൽ എ എന്ന സെറ്റ്, ബി എന്ന സെറ്റ്, സി എന്ന സെറ്റ് തന്നു. അതിൽ നമ്മൾ ആദ്യം എ ക്രോസ് ബി കണ്ടുപിടിച്ചു. രണ്ടാമത് ബി ക്രോസ് എ കണ്ടുപിടിച്ചു. മൂന്നാമത് എ യൂണിയൻ ബി ക്രോസ് സി കണ്ടുപിടിച്ചു. എ ക്രോസ് സി യൂണിയൻ ബി ക്രോസ് സി കണ്ടുപിടിച്ചു. അതിൽ എ യൂണിയൻ ബി ക്രോസ് സിയും എ ക്രോസ് സി യൂണിയൻ ബി ക്രോസ് സിയും തുല്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എ യൂണിയൻ ബി ക്രോസ് സിന്റെ അതേ അംഗങ്ങൾ തന്നെയാണ് എവിടെ വന്നിരിക്കുന്നത്? എ ക്രോസ് സി യൂണിയൻ ബി ക്രോസ് സി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിലെ പ്രോബ്ലംസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പൊ ഇവിടെ ചെയ്യേണ്ട പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക. എ ക്രോസ് ബി എഴുതുമ്പോൾ ആ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലിമെന്റ് എയിലായിരിക്കണം, സെക്കൻഡ് എലിമെന്റ് ബി. അപ്പൊ കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി ക്രോസ് എ. പക്ഷേ എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ്. എല്ലാവരും ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക.